തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് തിരിച്ചയച്ച ഗവർണർ. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം പരിശോധിക്കണമെന്ന് ഗവർണർ. ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. കമ്മീഷന്റെ മറുപടിയോടെ ഓർഡിനൻസ് സർക്കാർ വീണ്ടും ഗവർണർക്ക് അയക്കും. എസ് ഷീജ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, വിവരങ്ങൾ. തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചതും അന്ന് തന്നെ ഓർഡിനൻസ് ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി അയക്കുകയും ചെയ്തു. ഈ ഓർഡിനൻസ് ആണ് ഇപ്പോൾ ഗവർണർ സർക്കാരിന് തിരിച്ചയച്ചിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇതിൽ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തിരിച്ചയച്ചിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കത്തയച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ലഭിക്കുന്ന സാഹചര്യത്തിൽ ആ മറുപടിക്കൊപ്പം ഓർഡിനൻസ് വീണ്ടും ഗവർണർക്ക് അയക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഏതായാലും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഓർഡിനൻസ് തിരിച്ചയച്ചതുമായി ബന്ധപ്പെട്ട് കാണേണ്ടത്, കഴിഞ്ഞ ദിവസം ഗവർണർക്ക് കോടതിയിൽ നിന്നും കേരള സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി നോമിനേഷനുമായി ബന്ധപ്പെട്ട് തിരിച്ചടിയേറ്റിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു ഗവർണറുടെ നടപടി എന്നതുകൂടി ഈ ഒരു ഘട്ടത്തിൽ കാണേണ്ടതാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷീജ. കഴിഞ്ഞ ദിവസം കോടതി രൂക്ഷ ഭാഷയിൽ തന്നെയാണ് ഗവർണറെ വിമർശിച്ചത്. ഗവർണറുടെ ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ലെന്ന് തന്നെ ഹൈക്കോടതി ഇന്നലെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഗവർണറുടെ ഈ ഒരു നടപടി കൂടി പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു തദ്ദേശ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, തദ്ദേശ ഓർഡിനൻസ് കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇത്തരത്തിലൊരു വാർഡ് വിഭജന ഓർഡിനൻസ് സർക്കാർ ഇറക്കിയിരുന്നു. അത് അംഗീകാരത്തിന് വേണ്ടി വിട്ടപ്പോഴും അത് അംഗീകരിക്കാൻ ഗവർണർ തയ്യാറായിരുന്നില്ല. അത് അംഗീകരിക്കാതെ മടക്കി അയക്കുന്ന ഒരു നിലപാടാണ് അന്നും ഗവർണർ സ്വീകരിച്ചത്. ഇന്നും സമാനമായ സാഹചര്യമാണ്. ഇന്നും സമാനമായ രീതിയിലുള്ള നിലപാട് ഗവർണർ സ്വീകരിക്കുന്നു. അതിനൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നേറ്റ തിരിച്ചടി കൂടിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ ഒരു ഓർഡിനൻസ് കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.